നോനി എന്ന് പറഞ്ഞൊരു പഴത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും ഇന്ന് രാവിലെ എണീറ്റ ഉടനെ നോനിയുടെ ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്, ബാക്കി എന്തും കഴിക്കുന്നതിന് മുമ്പ്. എന്താണ് അവർ കഴിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കുറേ ഔഷധ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഔഷധ ഗുണങ്ങൾ? അതായത് HIV, ക്യാൻസർ, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദം, സന്ധിവേദന, അതുപോലെ തന്നെ ഡയബറ്റിസ് അതായത് ഷുഗർ കുറയ്ക്കാൻ, അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, ഹൃദ്രോഗം വരാതിരിക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഒരു പനേഷ്യയായിട്ട് പറയുന്നൊരു സാധനമാണ് ഈ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇത് എവിടെ നിന്നാണ് വന്നത്? ഈ ഫ്രൂട്ടിന് ഈ പറയുന്ന ഹീലിംഗ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്. നോനി ഫ്രൂട്ടിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മൊറിൻഡ സിട്രിഫോളിയ എന്നാണ്. ഇതിനകത്ത് ഈ മനസ്സിലാക്കേണ്ടത്, ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ ഓസ്ട്രേലേഷ്യ എന്ന് പറയുന്ന സ്ഥലം, ഓസ്ട്രേലിയ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് ഈ പോളിനേഷ്യൻ സെയിലേഴ്സാണ് പസഫിക് ഐലൻഡുകളിലെല്ലാം എത്തിച്ച് ഇപ്പോൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, മിക്കവാറുമുള്ള എല്ലാ സ്ഥലത്തും നമുക്കിന്ന് വ്യാപകമായിട്ട് ഇത് കാണാൻ പറ്റും. ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഈ മൊറിൻഡ സിട്രിഫോളിയ എന്ന് പറയുന്ന സാധനത്തിനകത്ത് 3 വെറൈറ്റി ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതെവിടെയൊക്കെയാണോ ഉണ്ടായിരുന്നത് അവിടെയൊക്കെയുള്ള സാധാരണ ട്രൈബൽ പോപ്പുലേഷനും അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഫാമിൻ ഫ്രൂട്ടായിട്ടാണ്. ഫാമിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിവൃത്തികേട് കൊണ്ട്, ഒന്നീ ഒരു ദാരിദ്ര്യം കാരണം, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷ്യക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ കഴിക്കുന്നതിന് ഇതിന് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ധാരാളം കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ കുറച്ച് ഡയറ്ററി ഫൈബറും ഒക്കെ ഉണ്ട് ഇത് ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ. ഇനി ഈ ഫ്രൂട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫ്രൂട്ട് നല്ല പച്ചയായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ജസ്റ്റ് പിഞ്ചായിട്ട് വിരിഞ്ഞ് വരുന്ന സമയത്ത്, പൂ വിരിഞ്ഞ് അത് കായായി കഴിയുമ്പോൾ ആദ്യം നല്ല പച്ച നിറത്തിലായിരിക്കും. കുറച്ചുകൂടെ ഒന്ന് വിളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ മഞ്ഞ നിറമൊക്കെ വരും. അതിനുശേഷം നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല വെള്ള കളറിലേക്ക്, ഏകദേശം നല്ലൊരു വെള്ള കളറിലേക്ക് വരും. ഈ വെള്ള കളറിൽ വരുന്ന സമയത്ത് ഇതിന് വല്ലാത്തൊരു രൂക്ഷ ഗന്ധമാണ്, ഒരു നാറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് ഭയങ്കര അത് കഴിക്കാനൊന്നും തോന്നാത്ത രീതിയിലുള്ളൊരു മണമാണ്. പക്ഷേ എന്നിട്ട് പോലും ആളുകൾ ഇതിനെ ഫുഡായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പലരും ഇപ്പോൾ ഇന്ത്യയിൽ ഇത് കൊണ്ട് നട്ടതിന് പല പല പേരുകളുണ്ട് കേട്ടോ. ഇന്ത്യൻ മൾബറി എന്ന് പറയുന്നുണ്ട്, ചിലർ ചീസ് ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഈ ഫ്രൂട്ട് റൈപ്പായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ ഉള്ള ആ ഒരു മണം അല്ലെങ്കിൽ ആ രൂക്ഷഗന്ധം കാരണം അത് ഫ്രൂട്ടായിട്ട് ഇവിടെ ആരും കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പണ്ടെങ്ങാണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനത്തിനകത്ത് കുറേ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ ഫോക്ക് മെഡിസിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതായത് ഏത് സ്ഥലത്താണോ ഉണ്ടായിരുന്ന ആ ഭാഗത്തുള്ള ആളുകൾ ഇതിനെ മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരും ഇതിനെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതാർക്കും ഈ ഫ്രൂട്ട് കഴിക്കാൻ താല്പര്യമില്ല, ആരും ഫ്രൂട്ടായിട്ട് കഴിക്കുന്നില്ല. ഇവർ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്, ഇതിനെ ഒരു ജാറിനകത്ത് കുറേ ദിവസം ഇട്ടിരുന്നു, ഒരു 4-5 ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരു കുറച്ച് ജ്യൂസ് താഴെ കിട്ടും. ഒരു ഇച്ചിരി അതിൻ്റെ അടിഭാഗത്തായിട്ട് 40-41 ദിവസം കഴിയുമ്പോൾ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് കുറച്ച് ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്ന ഈ ജ്യൂസിനെ മറ്റേതെങ്കിലും ജ്യൂസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ശരിക്കും വെള്ളം കൂട്ടി, കാര്യം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദാഹമാണ്, 2, 3, 4 ഗ്ലാസ് വെള്ളമൊക്കെയാണ് കുടിക്കുന്നത്. അത് അത്രത്തോളം അത് നിങ്ങളുടെ ശരീരത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ന്യൂട്രിമെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട് ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ആന്ത്രക്കിനോൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫൈറ്റോ കെമിക്കൽസ് ധാരാളമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ചെടി എന്തിനായിരിക്കും ഒരു ഫലം ഉണ്ടാക്കി വെക്കുന്നത്? അതിൻ്റെ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ്, ഈ വിത്തുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കാനായിട്ടാണ്. ഈ നോനി ഫ്രൂട്ടിൻ്റെ ഡിസ്പേർഷൻ നോക്കൂ, കാര്യം ഇത്രയും നാറ്റമുള്ള ഒരു സാധനം നമുക്ക് ഒരു ജീവിക്ക് കഴിക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? ഇതിന് കൂടുതലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫ്ലഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം വഴിയാണ് ഈ ഫ്രൂട്ടിനെ വേറെ പല സ്ഥലത്തും ആ ചെടി പരിണാമപരമായിട്ട് തന്നെ ഡിസ്പേഴ്സലിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഇപ്പോൾ എലികൾ അറിയാം, നമ്മൾ ഈ പറഞ്ഞ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് എലി. അതുപോലെ ചിലതരം പക്ഷികൾ, അതുപോലെ വവ്വാൽ, ഇതാണ് മെയിനായിട്ട് ഈ ഫ്രൂട്ട് ഡിസ്പേഴ്സൽ നടത്തുന്നത്. അല്ലാതെ ബാക്കിയുള്ള മാമൽസിനൊക്കെ ഇത് കഴിക്കാൻ തന്നെ അത്ര താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രൂട്ടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഫ്രൂട്ടായിട്ട് കഴിക്കാൻ നമുക്ക് അത്ര പറ്റില്ല, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട് അല്ല ഈ നോനി ഫ്രൂട്ട് എന്നത്. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ രൂക്ഷഗന്ധവും, അതുപോലെ തന്നെ ഇത് തുറന്നു കഴിഞ്ഞ് അതിനകത്ത് ധാരാളം കുരുക്കളുണ്ടാവും. ഈ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴിക്കണം. ചില തായ് ഡിഷിനകത്തൊക്കെ ഇതിൻ്റെ കുരു തന്നെ റോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ധാരാളം സപ്ലിമെൻറ്റ്സും പ്രോഡക്ട്സും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഇല പൊടിച്ചിട്ടുള്ള സപ്ലിമെൻറ്റ് ഗുളികകൾ മുതൽ ഇതിൻ്റെ വേര് എടുത്ത് പൊടിച്ചിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ ഇല തന്നെ പല രീതിയിൽ പൊടിച്ചത് കിട്ടും. അതുപോലെ ഓയിൻമെൻറ്റ്സ് ആയിട്ട്, സോപ്പായിട്ട്, ഷാമ്പൂ ആയിട്ട് ഒക്കെ
പ്രോഡക്ട്സ് ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. US FDA തന്നെ പ്രൂവ് ചെയ്യാത്ത ഡ്രഗിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഈ സാധനത്തിനെ മാർക്കറ്റ് ചെയ്തതിന് അവിടെ ഒരു കമ്പനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അൺപ്രൂവനായിട്ട് ക്ലിനിക്കലി യാതൊരു ബെനിഫിറ്റും ഉള്ളതായിട്ട് തെളിയാത്ത, അതായത് മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫലമുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത ഒരു ഫ്രൂട്ടാണ് ഈ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡായിട്ട് കഴിക്കുന്നതും മെഡിസിനായിട്ട് കഴിക്കുന്നതും വ്യത്യാസമാണ്. ഫുഡെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് കാർബോഹൈഡ്രേറ്റും കുറച്ച് ഡയറ്ററി സപ്ലിമെൻറ്റ്, ഡയറ്ററി ഫൈബറും ഒക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ജ്യൂസിനകത്തുള്ളത് കുറച്ച് വൈറ്റമിൻ സി ഉണ്ട്. 100 ഗ്രാമിനകത്ത് ഒരു 35 മില്ലിഗ്രാം ഒക്കെ വരത്തക്ക രീതിയിൽ ഇതിൻ്റെ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വൈറ്റമിൻ സി ഉണ്ടാവും. ഇനി ഇതിനകത്ത് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രോക്വിനോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നോൺ ഹെപ്പറ്റോടോക്സിക് ആണ്. ഹെപ്പറ്റോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കരളിന് ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ ആന്ത്രോക്വിനോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഓൾറെഡി വൃക്കയ്ക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത്. ധാരാളം പഠനങ്ങൾ ഉണ്ട് ഇതിനെപ്പറ്റി, ഇതിൻ്റെ ടോക്സിസിറ്റിയെ പറ്റി പഠിച്ചിട്ടുള്ളത്. ഇതിനൊന്നും ഒരു ഡയറക്റ്റ് ടോക്സിസിറ്റി ഉണ്ടാക്കാൻ കഴിവുള്ളതായിട്ട് ഒരു പഠനത്തിനകത്തും തെളിഞ്ഞിട്ടില്ല. അത് ഇൻവിട്രോ ഇൻവൈവോ എന്ന് പറയുന്ന 2 തരം പഠനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ലാബിനകത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് നടത്തുന്ന പരിശോധനകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെയാണ് നമ്മൾ ഇൻവിട്രോ എന്ന് പറയുന്നത്. ഇൻവൈവോ എന്ന് പറയുന്നത് ലാബ് അനിമൽസിനകത്ത് നോക്കിയിട്ടും അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രോക്വിനോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ അതിനകത്തുണ്ട്. ആ കെമിക്കലിന് ആക്ച്വലി ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കാൻ കഴിവുണ്ടെന്ന് നേരത്തെയുള്ള പല പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ടോക്സിസിറ്റി നമ്മൾ പറയുന്നത് ഇഡിയോസിൻക്രാറ്റിക് ടോക്സിസിറ്റി എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇഡിയോസിൻക്രാറ്റിക് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ടോക്സിസിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്കറിയാം ഡോസിനനുസരിച്ചിട്ടാണ് എപ്പോഴും ഒരു സാധനം ടോക്സിക് ആവുന്നത് അല്ലാതാവുന്നത്. ഇത് ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ടോക്സിസിറ്റി ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായി പരീക്ഷണങ്ങളിൽ കൂടി ഇത് ലിവറിന് ഡാമേജ് ഉണ്ടാക്കും എന്ന് തെളിയിച്ചിട്ടില്ലെങ്കിലും ധാരാളം പേർക്ക് നോനി ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം, അതായത് പല പഠനങ്ങളിൽ കാണിക്കുന്നത് 38 വയസ്സുള്ള ആളുകൾ സ്ത്രീക്ക് വന്നിട്ടുണ്ട്, 29 വയസ്സായിട്ടുള്ള പുരുഷന് വന്നിട്ടുണ്ട്, 14 വയസ്സായിട്ടുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ലിവർ ടോക്സിസിറ്റി അക്യൂട്ടായിട്ട്. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയ്ക്കകം ലിവർ ടോക്സിസിറ്റി ഉണ്ടായതായിട്ടൊക്കെ പഠനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളെ ഭേദമാക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ഒരു വിചാരത്തിൽ നിങ്ങൾ ഇതിൻ്റെ ജ്യൂസോ എന്തെങ്കിലും എടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് അഗെയിൻ. നിങ്ങൾ ഒന്ന് പഠനങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് തൃപ്തികരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കഴിക്കുക. അല്ലാതെ പലരും പല വീഡിയോയിലും, ഞാൻ ഇതിനെതിരെ ഒരൊറ്റ വീഡിയോ പോലും കണ്ടില്ലായിരുന്നു, അതിനകത്ത് പറയുന്ന എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യം എന്താണ്, ഇത് ജപ്പാൻകാർ കൊണ്ടുപോയി പഠനം നടത്തി ഇത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്നാണ്. ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നമ്മൾ ഗ്രീൻ ടീയെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രീൻ ടീ ആയാലും ഞാൻ പറഞ്ഞത് എന്താണ്, വളരെ ഇപ്പോൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ ഒരു ചായ കുടിക്കുന്നത് പോലെ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഗ്രീൻ ടീ ഒരു മെഡിസിൻ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുടിക്കുന്നതിലാണ് പ്രശ്നം. അത് ആൻറ്റി ഓക്സിഡൻസ് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിൻ്റെ ഭാഗമാണ്. കൂടുതലും ഈ സപ്ലിമെൻറ്റ് ഇൻഡസ്ട്രിയാണ് ഇതിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു ഫ്രൂട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനത്തിൽ നിന്ന് ഒരു പനേഷ്യ പോലെ എല്ലാ അസുഖങ്ങൾക്കും ഒരു സർവ്വരോഗ സംഹാരിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു ത്രില്ലിൻ്റെ പുറത്ത് അതിനകത്ത് ഇറങ്ങി പുറപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ അത് ആലോചിച്ചും കണ്ട് മാത്രം കഴിക്കുക. ഇതൊരു ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല. ഒരു ഫ്രൂട്ടായിട്ട് 1-2 ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞ് പ്രോബ്ലമില്ല. എന്നും റെഗുലറായിട്ട് മെഡിസിൻ എന്ന് പറഞ്ഞ് രാവിലെ കഴിച്ച് നോനി ഫ്രൂട്ട് കഴിക്കുന്നത് ഒന്ന് ആലോചിച്ചിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞൊരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വിഷയമായി കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.